ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ പിന്മാറിയാൽ പിന്നീട് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്ത് മാറ്റമാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്, അതേപോലെ ജനറൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്ന് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിഷമത്തോടെ ആയിരിക്കാം നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ആയി തീരുമാനിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇവർ വേദനിപ്പിച്ചത് കൊണ്ടാവാം. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നടന്ന് നിങ്ങളിൽ നിന്നും ഇവർ നിങ്ങൾക്ക് വലിയൊരു വേദന തന്നിട്ട് അതുകൊണ്ടായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പിന്മാറുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ അത്രയധികം വേദന സഹിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾ പിന്മാറുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മാറ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളില്ലാത്ത ആ ഒരു ഫീല് ഈ വ്യക്തിക്കുണ്ട്. കാരണം എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ വ്യക്തിയുടെ കൂടെ ഇന്ന് നിങ്ങളില്ല. ആ ഒരു ആ ഒരു വിഷമമുണ്ട് ഈ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇടയ്ക്കൊക്കെ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ച് വരണം. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ ഈ വ്യക്തിക്ക് നല്ല പോലെ ചിന്തയുണ്ട്. നിങ്ങളിലേക്ക് തീർച്ചയായും ഈ വ്യക്തി വരും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെങ്കിലും നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ വരണം, എനിക്ക് വന്നേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ശരിയാകും, അല്ലെങ്കിൽ വിജയിച്ചെടുക്കും. അങ്ങനെയൊക്കെയുള്ള ധാരണകൾ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. കറണ്ട് സിറ്റുവേഷനാണ് ഇപ്പോൾ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ രണ്ടും, അതായത് ഇപ്പോൾ ഫാമിലി ആവാം, ചിലപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരുടെ ഫാമിലി ആവാം, ചിലപ്പോൾ അത് വേറൊരു വ്യക്തി കൂടി ആവാം. അപ്പോൾ രണ്ടുപേരെയും ബാലൻസ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാം. കാരണം ചില പേരുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു വ്യക്തിയാവാം. ചില സമയത്ത് ഇവർക്കൊരു തീരുമാനം എടുക്കാനാവാതെ ഇവർ ഒരുപാട് വിഷമിക്കുന്ന ഒരു അവസ്ഥയാവാം. അതായത് ബാലൻസ് എങ്ങനെ ചെയ്യും അങ്ങനെ. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയും, അതായത് വേറൊരു വ്യക്തിയല്ലേ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാളോടും ഈ വ്യക്തിക്ക് സ്നേഹമുണ്ട്, അതിലൊരാൾ നിങ്ങളായിരിക്കാം. അന്നേരം ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു ചില പേരുടെ കേസിൽ ഈ വ്യക്തിയുടെ ഫാമിലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു അവരുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സഹോദരി ആയിരിക്കാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് എതിരായി പ്രവർത്തിക്കുന്നവരുണ്ടാവാം. അപ്പോൾ സ്ട്രോങ് എനർജിയുള്ള ഒരു തേർഡ് പാർട്ടിയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അത് ഈ വ്യക്തിയുടെ ഫാമിലി ആവാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തി തന്നെ ആവാം എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറിയാൽ, ഈ വ്യക്തിയിൽ നിന്നും ശരിക്കും നിങ്ങൾ പിന്മാറിയാൽ ഈ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു നരക തുല്യം തന്നെയായിരിക്കും. കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തിക്ക് പിന്നെ ശരിക്കും അതൊരു സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനയിലൂടെ തന്നെയായിരിക്കും ഈ വ്യക്തി കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ വ്യക്തി ഹാപ്പി ആയിട്ടുണ്ടാവും, ഞാൻ പിന്മാറിയാൽ പിന്നെ അവർക്ക് തേർഡ് പാർട്ടിയുടെ കൂടെ ഹാപ്പിയായി ജീവിക്കാമല്ലോ, ഞാൻ എന്തിനാണ്, അവർ ഹാപ്പിയായിട്ട് ജീവിച്ചോട്ടെ എന്നെല്ലാം വിചാരിച്ചിട്ടെങ്കിൽ നിങ്ങൾ പിന്മാറുന്നതെങ്കിൽ
ഈ വ്യക്തി നിങ്ങളില്ലാതെ ഒരിക്കലും ഹാപ്പി അല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം ആ ഒരു വിഷമത്തോടു കൂടിയായിരിക്കും പിന്നീട് ഈ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. കാരണം ആ വ്യക്തിയുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾ ശരിയാക്കിയെടുക്കാം, ഫ്യൂച്ചറിലെങ്കിലും നിങ്ങൾ ആ വ്യക്തിക്ക് കിട്ടും, അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിലെങ്കിലും ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആ വ്യക്തിയുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സ്ട്രോങ് എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല, പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്ത എന്താണ്, ഇതൊക്കെ ഒന്ന് ശരിയാക്കി ഈ ഒരു സാഹചര്യത്തൊക്കെ ഒന്ന് എൻഡാക്കിയിട്ട് തന്നെ നിങ്ങളിലേക്ക് ഫ്യൂച്ചറിലേക്ക് വരാം, അല്ലെങ്കിൽ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരാം. ഇപ്പോൾ എനിക്ക് എങ്ങനെയായാലും പറ്റുന്നില്ല, ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട്, ഈ വ്യക്തി മനസ്സിൽ ചിന്ത വരുന്നുണ്ട് നിങ്ങളിലേക്ക്, പക്ഷെ ചില സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളിപ്പോൾ എടുത്തു ചാടി ഈ വ്യക്തിയോട് പറഞ്ഞാൽ ഞാൻ വേണ്ട, എനിക്ക് മതിയായി, ഞാൻ ഇതിൽ നിന്ന് മൂവ് ഓൺ ആവുന്നു എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ശരിക്കും തളർന്നു പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളില്ലാതെ ഈ വ്യക്തി ശരിക്കും തളർന്നു പോകും എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ നിങ്ങളില്ലാത്ത ആ ഒരു വിഷമത്തിൽ ഈ വ്യക്തി കണ്ടോ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയാൽ ഈ വ്യക്തിക്ക് പിന്നെ ഒന്നും, ഇനി എന്തൊക്കെ ഈ വ്യക്തിയുടെ മുമ്പിലുണ്ടോ, ഇനിയൊക്കെ എന്തൊക്കെ എന്താ പറയുക, എന്തൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ പോലും, ആരൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നുമില്ല എന്ന് തന്നെയാണ് ആ വ്യക്തിയുടെ ചിന്താഗതി. ഇതാണ് ആ വ്യക്തിയുടെ അവസ്ഥ. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഒരു തമാശക്ക് പോലും ഇപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വ്യക്തി അതോടെ ഹാപ്പി ആവുമെന്ന്. ഒരിക്കലുമില്ല, സന്തോഷമായിട്ടിരിക്കും എന്നെല്ലാം ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ. അപ്പം അങ്ങനെ നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വ്യക്തി സന്തോഷമായിട്ടിരിക്കില്ല, ഹാപ്പിനെസ്സിലോട്ടൊന്നും വരില്ല. കാരണം ആ വ്യക്തി തളരും എന്നാണ് ഇവിടുത്തെ ഒരു എനർജി പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്കാണ് ഈ വ്യക്തി പോകാൻ പോകുന്നത് എന്നതാണ്. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. ഈ ഒരു ബന്ധം ആ വ്യക്തി ഇപ്പോൾ പറ്റുന്നില്ലെങ്കിൽ, ആ വ്യക്തിക്ക് ഇപ്പോൾ ആവുന്നില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ വ്യക്തി ശരിയാക്കി കൊണ്ടുവരും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനും സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾ എൻഡാക്കിയാലും ഈ വ്യക്തി തിരിച്ചു വരും. അത് ആ ഒരു റീകൺസിലേഷൻ പോസിബിളാണ് ഫ്യൂച്ചറിൽ. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു മാരേജ് കാണുന്നുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് പിണങ്ങിയാലും, എന്ത് നിങ്ങൾ ഒഴിഞ്ഞു പോയാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും, നിങ്ങളുമൊത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വ്യക്തിയുടെ മതിയായി, എനിക്കിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ. അല്ലെങ്കിൽ ഞാനില്ലാതെ അവർ ഹാപ്പി ആവണമെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചാണ് നിങ്ങളിതിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തി സന്തോഷവാനല്ല. ഒരുപാട് മനസ്സിൽ ദുഃഖമായിട്ടായിരിക്കും ആ വ്യക്തി ജീവിക്കുന്നത്. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പിന്മാറിയാലും ഫ്യൂച്ചറിൽ ഈ വ്യക്തി നിങ്ങളെയും തേടിയെത്തും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പരീക്ഷിക്കേണ്ട നിങ്ങളുടെ വ്യക്തിനെ. ആ ഒരു ഘട്ടത്തിലൊക്കെയാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്നറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പരീക്ഷിച്ചാൽ, അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ, നിങ്ങൾ വിഷമം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി ഇനി തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക പാസ്റ്റിൽ. അങ്ങനെയായിരിക്കാം നിങ്ങൾ ഈ വേദന സഹിച്ചിട്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയത് ശരിക്കും നിങ്ങൾക്ക് അറിഞ്ഞത് കൊണ്ടായിരിക്കാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെ സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും നിങ്ങളില്ലാതെ ഇവർ ഹാപ്പി അല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.